Good morning. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത് ഓർക്കുന്നോ? കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബല്ലേ എടുത്തോണ്ടിരിക്കുന്നേ. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ അല്ലെ. അക്രഡിറ്റേഷൻ എന്താന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. എന്താണ് അക്രഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, ജസ്റ്റ് അക്രഡിറ്റേഷൻ മാത്രമല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ അക്രഡിറ്റേഷൻ എന്താന്ന് പറഞ്ഞു അല്ലെ. അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ അല്ലെ. ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആ ഒരു ഓർഗനൈസേഷന്റെ ലെവൽ ഓഫ് പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി തന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പൊ ഒരു നാബാണ് അക്രഡിറ്റേഷൻ നൽകുന്നതെങ്കിൽ ആ നാബ് നിർദ്ദേശിച്ച പ്രകാരമുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും ആര് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം, ആ ഓർഗനൈസേഷൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം ആ ഓർഗനൈസേഷന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെ, അവരുടെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നല്ല ലെവൽ ഓഫ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്, ക്വാളിറ്റി തലത്തിൽ നല്ല ലെവൽ ഓഫ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് അക്രഡിറ്റഡ് ആയിട്ട് നൽകുകയും ചെയ്യുന്നു അല്ലെ. ഇത്രയും നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞത്, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നോൺ കമ്പൽസറി ആണ് അല്ലെ. നിർബന്ധമുണ്ടോ എല്ലാ സ്ഥാപനങ്ങൾക്കും അക്രഡിറ്റേഷൻ വേണമെന്ന് നിർബന്ധമുണ്ടോ? കമ്പൽസറി ആണോ അത്? അല്ല അല്ലെ. ഇറ്റ്സ് നോൺ കമ്പൽസറി അല്ലെ. നിർബന്ധമൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂഷന് താല്പര്യമുണ്ട്, ആ ഒരു ഓർഗനൈസേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അക്രഡിറ്റഡ് ആവും അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു അക്രഡിറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും അല്ലെ. തുടർച്ചയായി ആ ഒരു ക്വാളിറ്റി അവര് മെയിൻറ്റെയിൻ ചെയ്യണം, ആ സ്റ്റാൻഡേർഡ്സ് അവര് നിർബന്ധമായിട്ടും അവിടെ കീപ്പ് ചെയ്തിരിക്കണം. Then benefits of accreditation. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കുക. ആ ഹോസ്പിറ്റലിൽ നിന്ന് ആർക്കൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? ആർക്കൊക്കെ ആയിരിക്കും പ്രയോജനങ്ങൾ ഉണ്ടാവുക? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിൽ നിന്ന് ആർക്കൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? വെരി ഗുഡ്, പേഷ്യൻസിന് ഉണ്ടാവും. ശരി, ബെനിഫിറ്റ്സ് പേഷ്യൻസിന് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. പിന്നെ ആർക്കാ ബെനിഫിറ്റ് ഉണ്ടാവുക? അവിടുത്തെ സ്റ്റാഫുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. പിന്നെ മൂന്നാമത്തെ വ്യക്തി ആരാണ്? ഹോസ്പിറ്റൽ തന്നെ അല്ലെ. ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, പേഷ്യൻസിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, സ്റ്റാഫിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ്, ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ, ബെനിഫിറ്റ്സ് ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ കേട്ടോ. ഈ മൂന്ന് കാറ്റഗറിയിലുള്ളവരുടെ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ്. പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് കണക്ട് ചെയ്തൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. മൈഹാർട്ട് ഒന്നും ചെയ്യണ്ട. ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ് എന്തായിരിക്കും? പേഷ്യൻസിനുള്ള പ്രയോജനങ്ങൾ ഒരു അക്രഡിറ്റേഷൻ വഴി എന്തൊക്കെ പ്രയോജനങ്ങൾ കിട്ടും? എന്തായിരിക്കും? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടോ? ഉണ്ടാവോ? ആലോചിച്ചേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താണ്? നല്ല ക്വാളിറ്റി ഉള്ള മെഡിക്കൽ കെയർ കിട്ടും. ശരിയാണ്. പിന്നെ എന്ത് കിട്ടും?
നല്ല ക്വാളിറ്റിയുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ടോ? എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് പോവാം. അപ്പോ പേഷ്യൻസ് ആണ് ഇതിൽ പറയുന്നത്, ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റിൽ പറയുന്നത് പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി അല്ലെ. ഏറ്റവും കൂടുതൽ ഒരു അക്രഡിറ്റേഷൻ വഴി പ്രയോജനം ഉണ്ടാകുന്ന ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് ആണ് കേട്ടോ. പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് അതിൽ നിന്ന്. ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ, അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ്? ആരാണ്? ഇപ്പോഴും ഒന്ന് പഠിച്ചുപോയേ. ആരാണ്? ഹോസ്പിറ്റൽ സ്റ്റാഫ് ആണോ? ഹോസ്പിറ്റൽ ആണോ? ആണോ? അല്ല അല്ലെ. ആരാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്? പേഷ്യൻസ് ആണ് കേട്ടോ. ഇനി എന്താണ് അക്രഡിറ്റേഷൻ വഴി പേഷ്യൻസിന് കിട്ടുന്ന ഇത്രയും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. നമുക്കിപ്പോ അറിയാം, നിങ്ങൾ ഇപ്പോ ഒരു അക്രഡിറ്റേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണവും സുരക്ഷയും നമുക്ക് കിട്ടുന്നില്ലേ? കിട്ടുമോ? കിട്ടില്ലേ? കിട്ടില്ലേ? കിട്ടൂലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? കിട്ടും അല്ലെ. അപ്പൊ ഉയർന്ന നിലവാരത്തിലുള്ള, ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണവും പേഷ്യൻസിന്റെ സുരക്ഷയൊക്കെ ഒരു അക്രഡിറ്റേഷൻ വഴി പേഷ്യൻസിന് ലഭിക്കുന്നുണ്ട്. Then third point il പറയുന്നത് the patients are serviced by credentialed medical staff. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോ ഒരു നല്ല അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എത്തരത്തിലുള്ള സ്റ്റാഫുകളായിരിക്കും വർക്ക് ചെയ്യുക? നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള, നല്ല യോഗ്യതയുള്ള സ്റ്റാഫുകളായിരിക്കും അല്ലെ. ആയിരിക്കില്ലേ? നല്ല യോഗ്യതയുള്ള, നല്ല കഴിവുകളുള്ളവരെ വെച്ചാലല്ലേ നല്ല ക്വാളിറ്റിയുള്ള കെയറും ട്രീറ്റ്മെന്റും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് അവിടെ ചെയ്യുന്ന ഓരോ പേഷ്യൻസിനും സർവീസ് കിട്ടുന്നത് ആരിലൂടെയാണ്? നല്ല യോഗ്യതയുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നുള്ള സേവനങ്ങള് ലഭിക്കുന്നുണ്ട്. Then നാലാമത്തെ പോയിന്റ് പറയുന്നത് റൈറ്റ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. എന്താ? പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ അവിടെ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നാബിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ അതൊക്കെ അവരുടെ സ്റ്റാൻഡേർഡിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം സ്റ്റാൻഡേർഡ് ഒക്കെ അവർ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് അതൊക്കെ എടുത്തു പറയുന്ന ആ സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് കൊണ്ട് തന്നെ പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ ബഹുമാനിക്കപ്പെടുന്നുണ്ട്, അവ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത പോയിന്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. എന്താ? പതിവായിട്ട് എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാ നമ്മള് വിലയിരുത്തുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വന്ന ഓരോ പേഷ്യൻസും സംതൃപ്തി ഉണ്ടോ അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ പോകുന്നത്? ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെയും മറ്റു കെയറുകളും മറ്റു ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യല്ലേ നമ്മൾ അതിലൂടെ ചെയ്യാൻ അല്ലെ. അപ്പൊ ഓരോ പേഷ്യൻസിനും എന്താണ് അവർക്ക് ഫീൽ ചെയ്തത്, അതാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുമ്പോൾ അതിലൂടെ ഏതൊക്കെ ഏരിയാസിലാണ് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് പേഷ്യൻസിന് തോന്നിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസിലാണ് ഇംപ്രൂവ്മെന്റ് നടത്തേണ്ടത് അത് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? ഏതൊക്കെ മേഖലയിലാണ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത് അല്ലെ, എവിടെയൊക്കെയാണ് ക്വാളിറ്റിയിൽ കുറവുകളുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങള് പ്രത്യേകമായിട്ട് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റും വരുത്തിക്കൂടെ അല്ലെ. ഇപ്പൊ ഇംപ്രൂവ്മെന്റ്സ് വരുത്താം. അപ്പൊ പിന്നീട് വരുന്ന ഓരോ പേഷ്യൻസിനും ആ ഏരിയയിൽ കൂടി നല്ല ക്വാളിറ്റിയുള്ള കെയർ കിട്ടാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും.
അല്ലെ? അപ്പോ ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ, ഏറ്റവും വലിയ പ്രയോജനം കിട്ടുന്ന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ വഴി ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ, പേഷ്യൻസ് ആണ്. അതുപോലെ അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. എന്താ? ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണവും പേഷ്യൻസിന്റെ സുരക്ഷയും നമുക്ക് അക്രഡിറ്റേഷൻ വഴി ഉറപ്പു നൽകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് സർവീസുകൾ കിട്ടുന്നത് ബൈ ക്രെഡൻഷ്യൽ മെഡിക്കൽ സ്റ്റാഫ്, വളരെ യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നാണ് പേഷ്യന്റ് സർവീസുകൾ ഇവർക്ക് ലഭിക്കുന്നത്. അതുപോലെ റൈറ്റ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പേഷ്യൻസിന്റെ അവകാശങ്ങളെ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് പതിവായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കുക. ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ച് കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ വഴി എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ കിട്ടും, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. നോക്കിയേ, an accreditation to a healthcare organization invigorates continuous improvement. അല്ലെ? നമുക്കറിയാം ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എന്താണ് ഇംപ്രൂവ്മെന്റ് നടത്തേണ്ടതായിട്ടില്ലേ? ഒരു കണ്ടിന്യൂസ് ഓൺഗോയിങ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് നമ്മൾ പഠിച്ചില്ലേ ആദ്യം തന്നെ. അപ്പൊ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് എപ്പോഴും നടത്തേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? നടത്തണ്ടേ? അല്ലാത്ത പക്ഷം കൃത്യമായിട്ട് ആ ഒരു ഇംപ്രൂവ്മെന്റ്സോ ക്വാളിറ്റി ഒന്നും എല്ലാ ഏരിയാസിലും പാലിക്കുന്നില്ല അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? അവരുടെ അക്രഡിറ്റേഷൻ വരെ ക്യാൻസൽ ചെയ്യപ്പെടാം, അല്ലെ? സോ അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇമിഗ്രേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ അക്രഡിറ്റേഷൻ വഴി ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായ മെച്ചപ്പെടുത്തൽ ആ ഒരു സ്ഥാപനത്തിൽ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ and patient safety, thereby guarantees best clinical outcome. എന്താണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്? It lets the organization demonstrate commitment to quality care. അല്ലെ? ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം എന്ന് പറയുമ്പോൾ അവർ എന്തിൽ പ്രതിബദ്ധരായിരിക്കണം, അല്ലെങ്കിൽ എന്തിൽ പ്രതിബദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കണം? നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുക, അല്ലെ? നല്ല ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യൻസിന്റെ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കേണ്ടതും thereby guarantees best clinical outcome. അതിലൂടെ എന്തുറപ്പ് നൽകാൻ പറ്റണം? എന്തുറപ്പ് നൽകാൻ പറ്റണം? ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം, അല്ലെ? മികച്ച ക്ലിനിക്കൽ ഔട്ട്കം അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഇതിലൂടെ നൽകാൻ അല്ലെങ്കിൽ ഉറപ്പ് നൽകാനും ഈ ഒരു സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ടോ? ഉണ്ടോ?
ഉണ്ട് അല്ലേ? അപ്പൊ ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു ക്വാളിറ്റി ഓഫ് കെയറും മറ്റു പേഷ്യന്റ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഉറപ്പുള്ള ഒരു നല്ല ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഈ ഒരു ഓർഗനൈസേഷന് കൊടുക്കാൻ പറ്റും. മൂന്നാമത്തത്, ഇറ്റ് റേസസ് കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇൻ ദ സർവീസസ് ഗിവൺ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ആ സർവീസസ് പ്രൊവൈഡ് ബൈ ക്രെഡൻഷ്യൽ മെഡിക്കൽ സ്റ്റാഫ്. നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ ഓൾറെഡി യോഗ്യതയുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് ഇവിടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ്, ആളുകൾക്കിടയിൽ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. സാധിക്കുമോ? ഇപ്പൊ നമ്മളൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിനെ വെച്ച് നോക്കുമ്പോൾ മറ്റു സ്ഥാപനത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആളുകൾക്കിടയിൽ ഇവിടെ ഒരു നല്ല യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളിൽ നിന്നാണ് നമുക്ക് സർവീസുകൾ കൊടുക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ ആളുകളുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസവും ആ ഒരു ട്രസ്റ്റ് ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? പറ്റുമോ? പിന്നെയും ആ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ പേഷ്യൻസിനെ തിരികെ വരുത്താൻ സാധിക്കില്ലേ? പറ്റും അല്ലെ? Then അടുത്തത്, it also provides an opportunity to the healthcare unit to benchmark with the best. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ്സ് an opportunity, എന്തൊരു അവസരമാണ് ഇത് ആ ഒരു സ്ഥാപനത്തിന് നൽകുന്നത്, to benchmark with the best. എന്താ, ബെസ്റ്റ് എന്ന ഒരു മാനദണ്ഡത്തിലേക്ക് ഇവർക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ മാറ്റാനായിട്ട് സാധിക്കുന്നു. അതായത് ഇപ്പൊ ഒരു പ്രദേശത്ത് ഒരു 5 ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതിലൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്തായി, ബെസ്റ്റ് ആയി അല്ലേ? അത്തരം ബെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് എന്ന ആ ഒരു നിലയിലേക്ക് ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു ഹെൽത്ത് കെയർ യൂണിറ്റിനെ മാറ്റാനായിട്ടുള്ള ഒരു അവസരം ഇതിലൂടെ ആ ഒരു ഓർഗനൈസേഷന് കിട്ടുന്നുണ്ട്. അതുപോലെ an accreditation status also provide a marketing advantage in competitive health care. അതുപോലെ തന്നെ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണ മേഖലയിൽ നമുക്കൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടോ? അക്രഡിറ്റേഷൻ വഴി കിട്ടുന്നുണ്ടോ? മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടോ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? ഓക്കെ, അപ്പൊ നോക്കി മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞ് ഇവർക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാം അല്ലെ? അതിലൂടെ ഒരുപാട് ഇപ്പൊ മറ്റ് സ്ഥാപനങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഒരുപാട് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാനും ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനും ഇതിലൂടെ ആ ഒരു സ്ഥാപനത്തിന് പ്രയോജനം ഉണ്ടാവുന്നുണ്ട്. അടുത്തത് HCO സ്റ്റാൻഡേർഡ്. എന്താണ് HCO? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ? SHCO ആണെങ്കിലോ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതല്ലേ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും പഠിച്ചില്ലേ? പഠിച്ചു. അപ്പൊ HCOയുടെ എക്സ്പാൻഡ് ഫോം മറന്നു പോയിട്ടുള്ളവരാണെങ്കിൽ എഴുതി വെക്കണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. So health care organizationുമായി ബന്ധപ്പെട്ട standards having been certified by ISQA provides an international recognition which will also help to encourage medical tourism. എന്താണ് ISQA? ISQAയുടെ എക്സ്പാൻഡ് ഫോം അറിയാമോ? അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ, ഒന്ന് എഴുതി വെച്ചോട്ടോ. ISQAയുടെ എക്സ്പാൻഡ് ഫോം ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ Quality in Healthcare. International Society for 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 Quality in Healthcare. ഇതൊരു ഇന്റർനാഷണൽ ലെവലില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്ന ഒരു അക്രഡിറ്റഡ് ഏജൻസിയാണ്. ഇത്തരത്തിലുള്ള ISQA ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ, ഈ ISQA വഴി ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു അംഗീകാരം കിട്ടുകയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഒരു അംഗീകാരമാണ്. സോ അത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിനുള്ള ഒരു റെക്കഗ്നിഷൻ ആണ്? അത്തരത്തിലുള്ള അംഗീകാരം കിട്ടിയാൽ that help to encourage medical tourism.
നിങ്ങൾ കണ്ടു കാണും. ഇപ്പൊ വിദേശികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്കായിട്ടൊക്കെ വരാറുണ്ടോ? അത്തരത്തിലുള്ള മെഡിക്കൽ ടൂറിസം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ, ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഒക്കെ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് അത് വെച്ച് അത് മാർക്കറ്റ് ചെയ്തൂടെ? ഞങ്ങളുടെ സ്ഥാപനത്തിന് മറ്റ് സ്ഥാപനങ്ങൾക്കാൾ കൂടുതലായിട്ട് ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാനും ആ ഒരു മെഡിക്കൽ ടൂറിസം മേഖലയിലേക്ക് അത് പ്രയോജനപ്പെടുത്താനും സാധിക്കോ? Then last one, in the end, accreditation provides an objective system of empanelment by insurance and the other third parties. ഇപ്പൊ ഇവിടെ നമ്മുടെ empanelment ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇൻഷുറൻസ്, ഇപ്പൊ നമ്മളൊക്കെ ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടാവുമല്ലോ, മിക്കവരും ഇൻഷുറൻസ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ അതില് അവര് കുറെ ലിസ്റ്റുകൾ ഇടും ഹോസ്പിറ്റലിന്റെ, അല്ലേ? ആ ഒരു ഇൻഷുറൻസ് അബാധകമായിട്ടുള്ള കുറെ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. മനസ്സിലാവുന്നോ? എടുത്ത ആളുകളുണ്ടോ? ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകളുണ്ടോ? എല്ലാ ഹോസ്പിറ്റലിലും ചെന്നാൽ നമുക്ക് ഈ ഇൻഷുറൻസ് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടോ? അവര് കുറെ സെലക്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഇടും, ഇല്ലേ? ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റ് ഇട്ട ആ സെലക്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ക്യാഷ്ലെസ് ആയിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ബില്ലും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് വാങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെയല്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത് രാവിലെ തന്നെ? ഓക്കെ, അപ്പൊ അതുപോലെ അതല്ലാതെയും ഈ പറഞ്ഞ പോലെ കുറച്ച് ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പൊ നമ്മുടെ എക്സ് സർവീസ്മെൻസിന്റെ ഹെൽത്ത് സ്കീമുമായി ബന്ധപ്പെട്ട് CGSസും ECHS ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് റിട്ടയർമെന്റ് ആയിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ എക്സ് സർവീസിലുള്ളവർക്ക്, സെൻട്രൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ഡിപ്പെൻഡൻസിനും വേണ്ടിയിട്ടുള്ള കുറെ ഹെൽത്ത് സ്കീമുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഹെൽത്ത് സ്കീമുകളിലാണെങ്കിൽ പോലും അവിടെയും എല്ലാ ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള ഹെൽത്ത് സ്കീം വഴി ആ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സെലക്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലാണ് ഇത്തരം സ്കീമുകൾ വഴി ട്രീറ്റ്മെന്റുകൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇത്തരത്തില് ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ മറ്റ് തേർഡ് പാർട്ടീസ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് കമ്പനീസ് ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലിനെ അതിലേക്ക് എംപാനൽമെന്റ് ചെയ്യുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് ഈ ഒരു അക്രഡിറ്റേഷൻ ഒരു ഗുണം ചെയ്യുന്നുണ്ടോ? ആ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനായിട്ട് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ എളുപ്പമാണോ? അവർക്ക് എന്ത് ചെയ്യാം? അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു സ്റ്റാറ്റസ് കൂടുതലാണ്, അല്ലെ? അപ്പൊ അത്തരത്തില് അങ്ങനെയുള്ള ലിസ്റ്റുകളിലേക്ക് സെലക്ടഡ് ആവാനായിട്ട്, ഇപ്പോ മറ്റ് തേർഡ് പാർട്ടീസ് ആവാം, ഇൻഷുറൻസ് കമ്പനീസ് ആവാം, അത്തരം ലിസ്റ്റുകളിലേക്ക് സെലക്ടഡ് ആവാനായിട്ട് ഈ അക്രഡിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് ഒരു അക്രഡിറ്റേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ തുടർച്ചയായ മെച്ചപ്പെടുത്തലിൽ പങ്കാളിയാവുന്നുണ്ട്. രണ്ടാമത്തത്, ഒരു ഓർഗനൈസേഷനിൽ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കാന്നുള്ളതാ? നല്ല ക്വാളിറ്റിയുള്ള പരിചരണവും പേഷ്യൻസിന്റെയും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന രീതിയിൽ പ്രതിബദ്ധരായിട്ട് പ്രവർത്തിക്കാന്നുള്ളതാണ്. സോ ദെയർ ബൈ ഗ്യാരണ്ടീസ് ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം. അതിലൂടെ നല്ല മികച്ച ക്ലിനിക്കൽ പരമായിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ടും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തത്, ഇതിലൂടെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ അവിടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും നമുക്ക് സർവീസുകൾ നൽകുക. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കീപ്പ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിലൂടെ ആ ഒരു കോൺഫിഡൻസ് കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ പബ്ലിക്കിനിടയില് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസും ട്രസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്, മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കും ഏറ്റവും ബെസ്റ്റ് എന്ന നിലയിലേക്ക് ആ ഒരു ഹെൽത്ത് കെയർ യൂണിറ്റിനെ കൊണ്ടുവരാനായിട്ടുള്ള അവസരമായിട്ട് നമുക്ക് അക്രഡിറ്റേഷൻ ഉപയോഗിക്കാം. അതുപോലെ ഈ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ മേഖലകളില് ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ ഒരു ISQA പോലെയുള്ള ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബോഡിയാണ്, ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആണ് ഇത്തരം ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ
അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഡിക്കൽ ടൂറിസത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടീസിന്റെ എംപാനൽമെന്റ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കലുമായി ബന്ധപ്പെട്ട് ഈ അക്രഡിറ്റേഷൻ വഴി ഒരുപാട് പ്രയോജനം ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓ ശരി, ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ ആ ഭാഗം? ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. അപ്പൊ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, the staff in an accredited hospital is conduct a lot since it provides for continuous learning, good working environment and leadership. ഇവിടെ ഒരു സ്റ്റാഫ് ആണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എന്ന നിലയിൽ അവർക്ക് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സംതൃപ്തി അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, അവർ വളരെ സംതൃപ്തരായിരിക്കും. കാരണം ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്, ഒരു തുടർച്ചയായ പഠനത്തിനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു നേതൃത്വം അതിലൂടെ ആ ഒരു സ്റ്റാഫിന് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളരെ സംതൃപ്തരുമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, capabilities and skills of staff should also get enhanced in an accredited hospital. അതുപോലെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇവർ വർക്ക് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളും പ്രാവീണ്യവും ഒക്കെ മറ്റ് സ്കില്ലും കേപ്പബിലിറ്റിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. Then third point, it enhances comprehensive professional development, knowledge and skill in a systematic ways with defined ownership and accountability of
all the staff that include medical and the paramedical staff. അതുപോലെ തന്നെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വളരെ സമഗ്രമായ ഒരു വികസനം, അതുപോലെ തന്നെ അവരുടെ നോളജ്, സ്കില്ല് മുതലായവയൊക്കെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിട്ടയായ രീതിയിൽ നമുക്ക് അവർക്ക് വളരെയധികം നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ആ സ്റ്റാഫുകൾക്ക്, അതായത് ഇപ്പൊ മെഡിക്കൽ ആയിക്കോട്ടെ പാരാമെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ, അവർക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി അവരിലേക്ക് കൊടുത്ത് അവർക്ക് ആ ഒരു ഉത്തരവാദിത്തത്തിന്റെ ആ ഒരു ഉടമസ്ഥാവകാശം നൽകി അവരിലൂടെ നല്ല രീതിയിൽ നമുക്ക് പെർഫോമൻസ് കാഴ്ചവെച്ച് അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ നൽകി കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റുകളും നൽകിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ അവരുടെ സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാനും മൊത്തത്തിൽ ഒരു സമഗ്രമായ അവരുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു വികസനം നമുക്ക് നൽകിയെടുക്കാനും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫിൽ പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ, ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ അവർ വളരെ സംതൃപ്തരായിരിക്കും. കാരണം അവർക്ക് തുടർച്ചയായിട്ടുള്ള ഒരു പഠനത്തിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ലഭിക്കുന്നുണ്ട്, നല്ലൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വവും ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തത് അവരുടെ കഴിവുകളും അതുപോലെ തന്നെ പ്രാവീണ്യം അല്ലെങ്കിൽ വൈദഗ്ധ്യം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റും അവരുടെ നോളജും സ്കില്ലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു ചിട്ടയായ രീതിയിലൂടെ അവർക്ക് കൃത്യമായിട്ട് മെഡിക്കൽ ആയിക്കോട്ടെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ അവർക്ക് കൃത്യമായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അസൈൻ ചെയ്ത് നൽകുകയും അതിന്റെ ആ ഒരു പൂർണ്ണമായ ഉടമസ്ഥാവകാശം അവർക്ക് നൽകുകയും അതിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കോച്ചിങ്ങും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പ്രാപ്തരാക്കുകയും അതിലൂടെ അവരുടെ കഴിവും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള അവരുടെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റും കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. കേട്ടോ, വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. സോ നെക്സ്റ്റ് നമ്മള് അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്, അക്രഡിറ്റേഷൻ ബോഡീസ്. കേട്ടോ, അക്രഡിറ്റേഷൻ ബോഡീസിൽ ഒരു 4 എണ്ണത്തെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളേ. അതിൽ നാവാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ പോലും അതിന്റെ ജസ്റ്റ് ആ ഒരു അക്രഡിറ്റേഷൻ ബോഡീസിന്റെ പേരുകളും ആ JCയെ കുറിച്ച് ജസ്റ്റ് കുറച്ചൊരു ഭാഗം എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് JCയെ കുറിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലെ? പഠിച്ചോ അത്? പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നാഭാണ് പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ജസ്റ്റ് നോക്കാട്ടോ, നമുക്ക് ആ ഒരു 4 എണ്ണത്തിന്റെയും പേരുകളും അതിന്റെ എക്സ്പാൻഡ് ഫോമും നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കണേ. നാബ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഫസ്റ്റ് വൺ ആണ് നാബ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. JCയെയും നാബിന്റെയും എക്സ്പാൻഡ് ഫോം എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മാറിപ്പോവാതെ തന്നെ അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്നാവാം അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാവാം ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇനി അടുത്തത് ഏതായിരിക്കും? NABL. എന്താണ് NABLന്റെ എക്സ്പാൻഡ് ഫോം? എന്തായിരിക്കും? എവിടെയെങ്കിലും പഠിച്ചോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ
National Accreditation Board for Testing and Calibration Laboratories. National Accreditation Board for Testing and Calibration Laboratories. National Accreditation Board for Testing and Calibration Laboratories. Okay, ADM. Then അടുത്തത് ACHSI, Australian Council on Healthcare Standards International. Australian Council on Healthcare Standards International. Then അടുത്തത് JCA, Joint Commission International. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. JCA, Joint Commission International. അല്ലേ? Okay, works to enhance patient safety and quality of healthcare in the international community by promising education, publications, advisory services and international accreditation and certification. ഇപ്പൊ ഇവിടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് എന്താണ്? JCA ശരിക്കും ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ? ഒരു ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡി അല്ലേ? ആണോ? പഠിച്ചില്ലേ? ഇത് പഠിച്ചോ? ഓർക്കുന്നോ എന്താണ് JCA കുറിച്ച് പഠിച്ചത്? ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിയാണ് അല്ലെ? The work to enhance patient safety and quality of health care in the international community. ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പേഷ്യൻസിന്റെ സുരക്ഷയും ആ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരവും ഒക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ബൈ പ്രോമിസിങ് എഡ്യൂക്കേഷൻ, നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് പ്രോമിസ് ചെയ്യുന്നുണ്ട്, പബ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്, അഡ്വൈസറി സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ലെവലിലുള്ള അക്രഡിറ്റേഷനോ സർട്ടിഫിക്കേഷനും ഈ ഒരു JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then JCI is the world largest healthcare accreditor. ഒരു വേൾഡിലെ ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റഡ് ആയിട്ട് അറിയപ്പെടുന്നതും JCA ആണ്. And since 1994, each hospital that has tried JCA's Gold Seal of Approval has done so as part of a constant performance improvement journey. അത് 1994 കൂടി JCAയുടെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ശ്രമിക്കാനായിട്ട് തുടങ്ങുകയും അതിലൂടെ ആസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റന്റ് ഇതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ട് ആ ഒരു യാത്ര നടത്തിക്കൊണ്ട് അവര് എന്ത് ചെയ്യുന്നു? JCAയുടെ ആ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പല പല ഹോസ്പിറ്റലുകൾക്കും നിലവില് JCAയുടെ അക്രഡിറ്റേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നൽകി പോരുന്നുണ്ട്. ഇപ്പോ 4 അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ NAB, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നെക്സ്റ്റ് NABL, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. Then ACHSI എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. Then D ആണ് നാലാമത്തെ ഇതാ JCA ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ആ നാലെണ്ണം ഒന്ന് വേഗം വായിച്ചു നോക്കി. അതിനുശേഷം നമ്മൾ NABനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്.
കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ലാഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാണ് കേട്ടോ. ആദ്യത്തെ ഭാഗമൊക്കെ എളുപ്പമാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. The now standards are modified every 4 years, and now the hospital puts into effect fifth edition standard April 2020. ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് ഏപ്രിൽ 2020 ഫിഫ്ത് എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ് നിലവിൽ നാബിന്റെ വന്നിരിക്കുന്നത്. നാബ് നമ്മൾ പറഞ്ഞു, നാബിന്റെ ആണെങ്കിലും ഏതൊരു അക്രഡിറ്റേഷൻ ബോഡി ആണെങ്കിലും അവരവരുടെ സ്റ്റാൻഡേർഡ്സ് സമയബന്ധിതമായിട്ട് തന്നെ എന്ത് ചെയ്യും? മോഡേണൈസ് ചെയ്യും, നവീകരിക്കും. അപ്പൊ അങ്ങനെ എവറി 4 years, ഓരോ 4 വർഷം കൂടുമ്പോഴുമാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നത്? മോഡേണൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നവീകരിക്കുന്നത്. നാബിന്റെ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ, സ്റ്റാൻഡേർഡ്സ് ആണ്, മാനദണ്ഡങ്ങളാണ് ഇവിടെ മോഡേണൈസ് ചെയ്യുന്നത് ഓരോ 4 വർഷം കൂടുമ്പോഴും. Now the hospital puts into effect fifth edition standard എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏപ്രിൽ 2020 ഫിഫ്ത് എഡിഷൻ വരുന്നത്. ഇപ്പൊ നിലവിൽ എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? 4 വർഷം കൂടുമ്പോ അവര് മോഡേണൈസ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പൊ എത്രാമത്തെ എഡിഷൻ ആണ്? എത്രാമത്തെ എഡിഷനാ? എന്താണ് റിപ്ലൈ ഇല്ലാതെ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? ഇപ്പൊ എത്രാമത്തെ എഡിഷൻ അപ്പോ? സിക്സ്ത് എഡിഷൻ അല്ലെ? 2020 വന്നു കഴിഞ്ഞാൽ 4ാമത്തെ വർഷം അവര് മോഡേണൈസ് ചെയ്തു അല്ലെ? അപ്പോ ഇപ്പൊ ജനുവരി 2025 പുതിയ സിക്സ്ത് എഡിഷൻ ആരംഭിക്കും, പബ്ലിഷ് ചെയ്യപ്പെട്ടു കേട്ടോ. അപ്പൊ ഇപ്പൊ നിലവിൽ സിക്സ്ത് എഡിഷൻ ആണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേട്ടോ. അപ്പൊ അത് ഫിഫ്ത് എഡിഷൻ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിന്റെ ആ ഒരു സമയത്ത് പറഞ്ഞതാണ്. ഇപ്പൊ സിക്സ്ത് എഡിഷൻ ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി കേട്ടോ. ഫിഫ്ത് എഡിഷൻ അല്ല, ഇപ്പൊ നിലവിലെ സിക്സ്ത് എഡിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ 4 വർഷം കൂടുമ്പോഴാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് മോഡേണൈസ് ചെയ്യുന്നത്, നവീകരിക്കുന്നത്. Then NAB standards focus on patient safety and quality of the delivery of services by the hospital in a changing healthcare environment. എപ്പോഴും ഒരു നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എന്തിൽ ഫോക്കസ് ചെയ്യുന്നു? പേഷ്യൻസിന്റെ സുരക്ഷ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, നല്ല ഗുണനിലവാരം നിലനിർത്തുക. അതുപോലെ പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളിലാണ് ഈ ഒരു ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്, മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആരോഗ്യ പരിചരണ മേഖലയില് അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തില് ഇത്തരം സർവീസുകൾ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക, പേഷ്യൻസിന്റെ സുരക്ഷ നല്ല രീതിയിൽ ഉറപ്പുവരുത്തുക മുതലായ കാര്യങ്ങളിലാണ് ഇവര് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. Then NAB is given by an autonomous body established by the Government of India known as QCA, that is Quality Council of India, which is the standard making board in India. ഇനി നാബ് എന്ന് പറയുന്നത് is given by an autonomous body, ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. എന്തിന് കീഴിലാണ്? by body established by Government of India known as Government of India Quality Council of India, QCA. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ്സ് രൂപീകരിക്കുന്ന ബോർഡാണ് QCA അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ QCAയുടെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ഓട്ടോണോമസ് ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു QCAയുടെ എക്സ്പാൻഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നാബ് ഏതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡി ആണെന്ന് ചോദിച്ചാൽ QCA ആണ് കേട്ടോ ആൻസർ പറയേണ്ടത്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
Okay. Complete ആയല്ലോ. So next, now mainly divides hospital into two main divisions. Now പ്രധാനമായിട്ടും ഹോസ്പിറ്റലിനെ രണ്ട് മെയിൻ ഡിവിഷൻസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് SHCO. എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. SHCO അല്ലെങ്കിൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ, 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ എന്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SHCO പറയുന്നത്. ഇനി 50 ബെഡിൽ കൂടുതൽ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെ നമ്മള് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ HCO ഉൾപ്പെടുത്തുന്നു. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ആ രണ്ടെണ്ണം ഏതൊക്കെയായിട്ട്, രണ്ട് മെയിൻ ഡിവിഷൻസ് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ SHCOയും HCOയുമാണ്. ഇനി അതിന് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ SHCO എന്ന് പറയുന്നത്, എന്തിന് ഏത് കാറ്റഗറിയാണ് നമ്മൾ HCO എന്ന് പറയുന്നത്? 50 ബെഡിൽ കുറവാണെങ്കിൽ അത് SHCOയും, 50 ബെഡിൽ കൂടുതലാണെങ്കിൽ അത് HCOയും ആയിരിക്കും. അപ്പൊ അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതല്ലേ, SHCOയും HCOയും അറിയാമല്ലോ അല്ലെ, മാറിപ്പോകരുത് കേട്ടോ. ഇനി ഈ പറയുന്ന അത് എന്തിനു വേണ്ടിയാണ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് തയ്യാറാക്കുമ്പോൾ 50 ബെഡിൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്താ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ രണ്ട് കാറ്റഗറിയിലുള്ളവർക്കും ഒരേപോലെയുള്ള സ്റ്റാൻഡേർഡ് കൊടുത്ത് ശരിയാവോ? ഒരേപോലെയുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താൽ ശരിയാവോ? ഇല്ല അല്ലെ. അപ്പൊ അവിടെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഒരു സ്റ്റാൻഡേർഡ്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റാൻഡേർഡ്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലായിട്ടാണ് നാബ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് അതിനു വേണ്ടിയാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലാണോ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലാണോ ഇത് വരുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അവർ ആ സ്റ്റാൻഡേർഡ്സ് ഏത് സ്റ്റാൻഡേർഡ് പാലിക്കണമെന്ന് തീരുമാനിക്കുന്നത്. Clear അല്ലേ? ഇനി നെക്സ്റ്റ്, NAB standards for hospitals is arranged by the technical committee constituted by NAB. അപ്പൊ നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു നാബിൽ ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള സാധാരണ വ്യക്തികളെ കൊണ്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. ഒരു നാബിന്റെ മാനദണ്ഡങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് എപ്പോഴും അവരൊരു ടെക്നിക്കൽ കമ്മിറ്റിയെ നാബ് രൂപീകരിക്കും. ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? ദാറ്റ് ഹാസ് എസ്റ്റീംഡ് പേഴ്സൺ ഫ്രം, അതായത് ക്ലിനിക്കൽ മേഖലകളിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും, നഴ്സിംഗ് മേഖലകളിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും, അതുപോലെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നുമുള്ള, അപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ നിന്ന്, നഴ്സിംഗ് ഏരിയയിൽ നിന്ന്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നൊക്കെ ഉള്ള ബഹുമാനപ്പെട്ട വ്യക്തികളെ ഉൾപ്പെടുത്തി നാം ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിയാണ് ആ ഒരു നാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അറേഞ്ച് ചെയ്യുന്നത്. Clear അല്ലേ? Then the accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from time to time. അതുപോലെ തന്നെ ഓരോ സമയത്തും മാറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ മാറി വരുന്ന നിയമങ്ങളായിക്കോട്ടെ, ഗവൺമെന്റ് നൽകുന്ന നിയമങ്ങള്, നിയന്ത്രണങ്ങള്, ഗൈഡ് ലൈൻസ് മുതലായവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ പാലിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നതും. അപ്പൊ അവിടെ വരെ ഒന്ന് വേഗം വായിച്ചു നോക്കിയത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. ഇനി വരുന്ന ഭാഗവും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്.
കംപ്ലീറ്റ് ആയോ? കഴിഞ്ഞല്ലോ. ഓക്കെ, ശരി. ഇനി നിങ്ങൾ നെക്സ്റ്റ് പഠിച്ച ഭാഗം തന്നെയാണ്. ദ മെയിൻ നാപ് ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ് ഹാസ് 10 ചാപ്റ്റേഴ്സ്. ഇത് പഠിച്ചില്ലേ? മെയിൻ നാപ് ഗൈഡ് ബുക്കില് 10 ചാപ്റ്റേഴ്സ് ആയിരിക്കും, 100 സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഇത് പഠിച്ചില്ലായിരുന്നോ? ഇതേ സെന്റൻസുകൾ തന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ അവിടെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഉണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്. ആ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെ? പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്. ആ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്ന എലമെന്റ്സ് ആണ്, അല്ലെ? എലമെന്റ്സ് അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. പെർഫോമൻസിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡിന് കീഴിൽ ഉപയോഗിക്കുന്നവയാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോ 10 ചാപ്റ്റർ, അതിന് കീഴിൽ 10 ചാപ്റ്റർ, അതിന് കീഴിൽ 100 സ്റ്റാൻഡേർഡ്സ്, അതിന് കീഴിലായിട്ട് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഇത് 5th പബ്ലിക്കേഷൻ എഡിഷന്റെ ആണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത്. അപ്പോ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്. പെർഫോമൻസ് മികച്ചതാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ലക്ഷ്യങ്ങളെയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം മാനദണ്ഡങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ്സിന് കീഴിൽ ഓരോരുത്തരുടെയും പെർഫോമൻസ് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എലമെന്റ്സ് ആണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യം. ഇനി ഈ ഒരു ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഠിച്ചിരുന്നോ? കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത് പഠിച്ചോ? ഏതൊക്കെയാണ് കാറ്റഗറി നോക്കിയേ? 1 or 2 ആർ ഇൻ കോർ കാറ്റഗറി, അല്ലെ? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണോട്ടോ നിങ്ങൾ, അത് ചോദിക്കാറുള്ളതാണ്. 1 or 2 ആർ ഇൻ കോർ കാറ്റഗറി. എത്ര എണ്ണം ഉണ്ട്, ഏത് കാറ്റഗറിയാണ്, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാലും മതി കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നും പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ആ ഒരു കാറ്റഗറിയിൽ എത്ര എണ്ണം വരുന്നുണ്ട് അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാലോ, അല്ലെ? 1 or 2 ആർ ഇൻ കോർ കാറ്റഗറി. എന്താണ്? വിച്ച് ആർ നെസസറിലി ജഡ്ജ്ഡ് ഡ്യൂറിംഗ് ഈച്ച് അസസ്മെന്റ്. ഏതൊരു അസസ്മെന്റിലും, ഓരോ അസസ്മെന്റിലും നിർബന്ധമായിട്ടും അനിവാര്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടവയാണ് കോർ കാറ്റഗറിയിൽ വരുന്ന 102 ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറിയാണ് 459 ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. 459 എണ്ണം ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. which will be judged during final assessment. ഫൈനൽ അസസ്മെന്റ് അല്ലെങ്കിൽ അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്ന എലമെന്റ്സ് ആണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന 459 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് 60 ആർ ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി. 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നവയാണ്. which will be estimated during surveillance assessment. സർവൈലൻസ് അസസ്മെന്റ്, നിരീക്ഷണ മൂല്യനിർണ്ണയ വേളകളിൽ മാത്രം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന എലമെന്റ്സ് ആണ് 60 എണ്ണം. ഏതാണ്? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന 60 എണ്ണം. ലാസ്റ്റ് വൺ ആണ് 30 ആർ ഇൻ എക്സലൻസ് കാറ്റഗറി, വിച്ച് വിൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് റീ അക്രഡിറ്റേഷൻ. പുനർമൂല്യനിർണ്ണയം നടത്തുന്ന സമയങ്ങളിൽ മാത്രം വിലയിരുത്തപ്പെടുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് 30 എണ്ണമുള്ള എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ 4 കാറ്റഗറി പറഞ്ഞു. 1 or 2 ആർ ഇൻ കോർ കാറ്റഗറി, then 459 are in commitment category, 60 are in achievement category, and 30 are in excellence category. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 102 എണ്ണം കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. അവ ഏതൊരു അസസ്മെന്റ്, ഏതൊരു മൂല്യനിർണ്ണയ വേളകളിലും നിർബന്ധമായിട്ടും അനിവാര്യമായിട്ട് വിലയിരുത്തുന്നവയാണ് 102 കോർ കാറ്റഗറിയിൽ വരുന്നവ. Then 459 എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അത് ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്നവയാണ്. അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന 60 എണ്ണം സർവൈലൻസ് അസസ്മെന്റിന്റെ സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്നവയാണ്. ഇനി മറ്റു ബാക്കിയുള്ള 30 എക്സലൻസ് കാറ്റഗറിയിൽ വരുന്ന 30 എണ്ണം റീ അക്രഡിറ്റേഷന്റെ സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്നവയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
കഴിഞ്ഞോ? ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. നാവിന്റെ സ്റ്റാൻഡേർഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.